ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതായത് ഇത് യൂസ് ചെയ്താൽ പലതരത്തിലുള്ള സ്കിൻ ബെനിഫിറ്റ്സ് കിട്ടും കേട്ടോ. അപ്പോൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇതൊരു സ്റ്റോൺ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റോണിൻ്റെ നെയിം ആലം സ്റ്റോൺ എന്നാണ്. ഇതാണ് നമ്മുടെ സ്റ്റോൺ, വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോണിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും മുന്നേ അറിയാവുന്ന ഒരു സ്റ്റോണാണ്. അതായത് നമ്മൾ ആഫ്റ്റർ ഷേവിങ്ങിന് ശേഷമൊക്കെ നോർമലി നമ്മുടെ വീടുകളിൽ എല്ലാവരും തന്നെ, അതായത് നമ്മുടെ അനിയന്മാരോ വാപ്പന്മാരൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോണാണ്, യൂസ് ചെയ്യുന്ന സ്റ്റോണാണ്. ബ്രദേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോണാണ്. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിനെക്കാട്ടിലും നല്ല രീതിക്ക് കുറേ അധികം സ്കിൻ ബെനിഫിറ്റ് ഉണ്ടെന്ന് ഈയിടെ റീസെൻ്റായിട്ട് നമുക്ക് കുറേ അധികം യൂട്യൂബ് വീഡിയോസ് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടതിൻ്റെ ബേസിലാണ് ഈ ഒരു സ്റ്റോൺ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റോണിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് എർത്തിൻ്റെ ക്രസ്റ്റിൽ നാച്ചുറലി ഫോം ചെയ്യുന്ന ഒരു സ്റ്റോണാണ്, നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്റ്റോണാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇത് നമ്മൾ ടേസ്റ്റ് ഇൻ കേസ് ജസ്റ്റ് ഒന്ന് ഈ ഒരു വെള്ളമോ അല്ലെങ്കിൽ ഈ ഒരു എന്തെങ്കിലും ഒരു അംശം നമ്മുടെ വായിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു പുളിപ്പ് പോലത്തെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതൊക്കെയാണ് ആദ്യത്തെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇനി നമുക്ക് സ്കിൻ കെയർ റിലേറ്റഡ് കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സ്റ്റോൺ നമുക്ക്, അതായത് നല്ല രീതിക്ക് തന്നെ ഫസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടൊന്ന് കഴുകിയേക്കണം കേട്ടോ. അതായത് ഒന്ന് വാഷ് ചെയ്ത് നമ്മൾ ക്ലീൻ ആക്കിയിരിക്കണം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഫേസ് വാഷിന് പകരം അല്ലെങ്കിൽ ഒരു ക്ലെൻസർ അല്ലെങ്കിൽ ഒരു ഫേസ് ഒന്ന് നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് ഇത് നമുക്ക് ഉപയോഗിക്കാൻ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നല്ല കഴുകിയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിൽ നമ്മൾ ഇട്ട് വെക്കുക. രാത്രിയിൽ തന്നെ ഇട്ട് വെച്ചിട്ട്, അതായത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ആ ഒരു വാട്ടർ നമുക്ക് ഡയറക്റ്റ് ഫേസ് വാഷ് പോലെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ടോണറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ടോണറായിട്ടെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ സെയിം പ്രോസസ്സ്, ഓവർനൈറ്റ് ബൗളിൽ വെക്കുന്നു, നമ്മൾ സോക്ക് ചെയ്തൊക്കെ ഇടുന്നു. അതിനുശേഷം ഈ ഒരു സ്റ്റോൺ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ആ ഒരു വെള്ളം ഒരു കണ്ടെയ്നറിൽ, അതായത് സ്പ്രേ ബോട്ടിൽ പോലത്തെ ടോണറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ബോട്ടിലാക്കുക. എന്നിട്ട് ടോണറായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ടോണറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ടോണറിൻ്റെ ബെനിഫിറ്റ് അറിയാമല്ലോ, നല്ല രീതിക്ക് ഒന്ന് സപ്പിൾ ആൻഡ് സോഫ്റ്റ് ആക്കാനും അതോടൊപ്പം തന്നെ ആക്നീസ്, പിമ്പിൾസ്, സ്കാർസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ പിമ്പിൾസ് വരാതിരിക്കാൻ വേണ്ടിയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിക്ക് നമുക്ക് ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് ടോണർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി മൂന്നാമത്തേന്ന് വെച്ചാൽ, നമ്മൾ ഹെയർ കെയർ റുട്ടീനൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ഇതേപോലെ തന്നെ സെയിം പ്രോസസ്സ്, ഓവർനൈറ്റിൽ നമ്മൾ സോക്ക് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ആ ഒരു വാട്ടർ പിറ്റേ ദിവസം എടുക്കുക. എന്നിട്ട് ആ ഒരു വാട്ടറിൽ കുറച്ച് ഷാമ്പൂവും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിക്ക് നമ്മൾ തല വാഷ് ചെയ്യുകയാണെങ്കിൽ, ക്ലെൻസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്കാൽപ്പ് ക്ലെൻസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫംഗസും ഡാൻഡ്രഫും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, അതായത് നമ്മളൊക്കെ ഈ ഒരു അണ്ടർ ആം ഡാർക്ക്നെസ് അല്ലെങ്കിൽ ഓർഡർ, ബാഡ് സ്മെല്ലൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതിനെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ സെയിം പ്രോസസ്സ് തന്നെ കേട്ടോ. സെയിം പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുകയല്ല, ഈ ഒരു സ്റ്റോൺ നല്ല രീതിക്ക് കഴുകിയെടുത്തിട്ട്, എനിക്ക് തോന്നുന്നു അണ്ടർ ആം യൂസിനൊക്കെ വേണ്ടി നമ്മൾ പ്രത്യേക ഒരു സ്റ്റോൺ വാങ്ങിച്ച് വെക്കുക. ഇതിനധികം പ്രൈസ് ഒന്നുമില്ല, അഫോർഡബിൾ പ്രൈസ് ആണ്. ജസ്റ്റ് 20-30 റുപ്പീസൊക്കെ കൊടുത്താൽ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പം ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നേ ഉള്ളൂ. ഞാനിവിടെ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നോർമലി നമ്മൾ അണ്ടർ ആം നല്ല രീതിക്ക് ഒന്ന് വാഷ് ചെയ്ത് സ്ക്രബൊക്കെ ചെയ്ത് ഒന്ന് നീറ്റ് ആക്കുക. ആഫ്റ്റർ ദാറ്റ് ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് സ്മെല്ലും ഓർഡറും പിന്നെ ഡാർക്ക്നെസ് ഒക്കെ നമുക്ക് കുറച്ച് ഡേയ്സ് എടുത്തിട്ടേ ഉള്ളൂ മാറുള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഫേസിൻ്റെ രീതിക്ക് സ്കിൻ കെയർ റുട്ടീനിൽ വേറൊരു മെത്തേഡ് എന്ന് വെച്ചാൽ, നമുക്ക് ക്ലെൻസറും ടോണറും മാത്രമായിട്ടല്ല, നമ്മളിപ്പോൾ നന്നായിട്ട് ഫേസൊക്കെ വാഷ് ചെയ്ത് അതിനുശേഷം ക്ലെൻസ് ചെയ്തിട്ട് പാറ്റേണൊക്കെ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ ഓരോ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴും. എന്നിട്ട് ഇങ്ങനെ മെല്ലെ നമ്മൾ ജെൻ്റലി റബ്ബ് ചെയ്യുകയാണെങ്കിലും നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിന് ഒരു ബെനിഫിറ്റൊക്കെ കൊണ്ടുവരും. ആ ഒരു ഇലാസ്റ്റിസിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. അങ്ങനെ കുറേ ഗുണങ്ങളുള്ള ഒരു സ്റ്റോണാണ്, നമ്മൾ നിസ്സാരക്കാരനാക്കി കാണേണ്ട ഒരു സ്റ്റോണല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ആലം സ്റ്റോണിനെ കുറിച്ചിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് ഇത് ക്ലെൻസർ, ടോണർ എന്ന രീതിക്ക് മാത്രമല്ല, അല്ലാണ്ട് നമുക്ക് ഫേസ് പാക്ക് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നന്നായിട്ട് വാഷ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ബൗളിൽ നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. പിന്നീട് നമ്മൾ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള വാട്ടറിൽ നമുക്ക് റോസ് വാട്ടറും അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഫേസ് പൗഡർ, അതായത് ഫേസ് പാക്കിൻ്റെ പൗഡർ ഉണ്ടല്ലോ, സാൻഡലോ അല്ലെങ്കിൽ നമ്മുടെ വൈറ്റമിൻ സി എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, ഓറഞ്ച് പീൽ പൗഡറോ അങ്ങനത്തെ പൗഡറോ, ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ കയ്യിലുള്ള എന്ത് ഫേസ് പാക്കാണോ അതൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഒരു ഫേസ് പാക്ക് ആയിട്ട് ഇവിടെ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്
പറ്റുന്ന ഒരു സ്റ്റോണാണ് കേട്ടോ. അപ്പോൾ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ജസ്റ്റ് ഒരു കല്ലെന്ന രീതിക്ക് മാത്രമല്ല, പല അധികം സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ആലം സ്റ്റോണിനെ മെൻഷൻ ചെയ്യാൻ പറ്റും. ആലം സ്റ്റോണിൻ്റെ അടുത്തായിട്ട് പറയേണ്ട കാര്യം, ഇത് നമ്മളിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അതായത് നമ്മുടെ പോഴ്സ് ഒക്കെ മിനിമൈസ് ചെയ്യും, അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് ടൈറ്റൻ ചെയ്യും, അതായത് സാഗിനെസ് ഒക്കെ കുറയ്ക്കും. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്യാനുള്ള അടുത്ത ഒരു ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് മുതലേ കാണുന്ന ഒരു കാര്യമാണ്, അതായത് ആഫ്റ്റർ ഷേവിങ് റുട്ടീനിൽ നമ്മൾ യൂസ് ചെയ്യും. ഇവിടെ തന്നെ ഇത് വാങ്ങുമ്പോൾ തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന ആൻറ്റിസെപ്റ്റിക് ഷേവിങ് ആലം എന്നാണ് കേട്ടോ. അപ്പോൾ ആഫ്റ്റർ ഷേവിങ്ങിന് ശേഷം നമ്മുടെ സ്കിൻ ഒന്ന് കാം ഡൗൺ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോണാണ് ഈ ഒരു ആലം എന്ന് പറയുന്നത്. അത് കൂടാണ്ട് ഇത്രയും ബെനിഫിറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനിയിപ്പോൾ നമ്മുടെ കാലിൽ നമുക്ക് ഇതേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് നമുക്ക് കാലാണെങ്കിൽ അറിയാമല്ലോ, നമ്മുടെ സ്കിന്നും കൈയൊക്കെ വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ ഫേസൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ഡ്രൈ ആവുന്ന പ്ലേസ് നമ്മുടെ കാലാണ്. അപ്പോൾ കാലിൻ്റെ റുട്ടീൻ, അതായത് നല്ല രീതിക്ക് ബ്രൈറ്റനിങ് പ്രോപ്പർട്ടിയൊക്കെ പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ കാലിനും നല്ല രീതിക്ക് ഈ ഒരു ആലം സ്റ്റോൺ നമ്മൾ ഇതേപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാലുകളും സുന്ദരമാക്കി വെക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് അധികം പ്രൈസ് ഒന്നുമില്ല, ഭയങ്കര അഫോർഡബിൾ ആണ്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ ആർക്കും എന്താ പറയുക, അത് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓയിൽ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും കേട്ടോ. അതോടൊപ്പം തന്നെ സ്ട്രോബെറി ലെഗ്സ് ഉള്ളവർക്കും ഈ ഒരു സ്റ്റോൺ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു മോശം വശം എന്ന് പറയാൻ പറ്റില്ല, ഏത് പ്രൊഡക്ട്സിനും ഒരു നല്ല വശവും മോശം വശവും ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ ഓവറായിട്ട് ആക്നീസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാരും യൂസ് ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഓയിൽ റെഡ്യൂസ് ചെയ്യുക, അതായത് ഓയിലി സ്കിന്നുകാർക്ക് ഭയങ്കര എഫക്റ്റീവാണ്. അറ്റ് ദ സെയിം ടൈം ഡ്രൈ സ്കിന്നുകാർക്ക് വീണ്ടും നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കുമല്ലോ. സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ആ ഒരു ഡ്രൈനെസ് ഒക്കെ കൂടുതൽ കൊണ്ടുവരും. സോ അങ്ങനെ സ്കിന്നുള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനിയിപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള സ്കിൻ ടൈപ്സ് ആണ്, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് എക്സ്റ്റേണലി നോക്കിയിട്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഡ്രൈ സെൻസിറ്റീവ് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പം ഇത് കിട്ടിയെന്ന് വെച്ചിട്ട് എന്തും അധികമായാലും അമൃതും വിഷം എന്ന് പറയുന്ന പോലെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. അതായത് വീക്കിലി നമ്മളൊരു 2 times അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 1 ഒക്കെ ചെയ്താൽ മതി. ഓവറായിട്ട് നമ്മൾ ചെയ്യേണ്ട കേട്ടോ. ആ ഒരു കാര്യം മൈൻഡിൽ കീപ്പ് ചെയ്യുക. അപ്പോൾ മറക്കേണ്ട ക്ലെൻസർ, ടോണർ, പിന്നെ നമ്മൾക്ക് സ്കാൽപ്പ് ക്ലെൻസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആഫ്റ്റർ ഷേവ് റുട്ടീൻ നമുക്ക് പണ്ട് മുതലേ അറിയാവുന്നതാണ്. പിന്നെ അണ്ടർ ആം ഓർഡർ ഡാർക്ക്നെസ്, അതിനാണ് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഒരു 28 rupees എങ്ങാണ്ട് ഉള്ളു ഇത് വാങ്ങിച്ചതിന്. നമുക്ക് ആമസോണിലും മിന്ത്രയിലൊക്കെ ഫ്ലിപ്പിലൊക്കെ അധികം അവൈലബിൾ ആണ് കേട്ടോ, ഓഫേഴ്സൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് ആ ഒരു വാട്ടർ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പൊടിയായിട്ട് വാങ്ങാൻ കിട്ടും, പൗഡർ ഫോമിലും കിട്ടും കേട്ടോ. വേണമെങ്കിൽ പൗഡർ ഫോമിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ, നമ്മുടെ സ്കിന്നിലൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഭയങ്കര സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യും. അതോടൊപ്പം തന്നെ എല്ലാവരും, അതായത് യൂസ് ചെയ്ത എല്ലാവരും തന്നെ പറയുന്നത് നല്ല രീതിക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ക്യാഷ് ഒന്നുമില്ല, മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആലം സ്റ്റോണിനെ കുറിച്ചിട്ടുള്ള എന്താ പറയുക ഡീറ്റെയിൽസ്, കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് എന്താ പറയുക ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മടിക്കേണ്ട, കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.